ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും എന്നാൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ടേസ്റ്റിയാണ്, ഒന്ന് വെറൈറ്റിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് കോഴിമുട്ടയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പകുതിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 8 പീസാക്കിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാണ്ട്. നോർമലായിട്ട് നമ്മൾ മുട്ട ചമ്മന്തിക്ക് ചമ്മന്തി തന്നെയല്ലേ ഉണ്ടാക്കിയെടുക്കാറ്. ആ ഒരു സെയിം ചമ്മന്തി തന്നെ കേട്ടോ ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാനൊരു 1.5 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറാട്ടോ എടുത്തിട്ടുള്ളത്, നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ജാറില്ലേ, ആ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്തതുകൊണ്ടാട്ടോ ഇവിടെ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളിയും ഒരു 5 6 ചെറിയ ഉള്ളി കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ, അതങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതങ്ങ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് പുളി ആഡ് ചെയ്യരുത് കേട്ടോ, 1 ടീസ്പൂണോളൊക്കെ മതിയാവും. പിന്നെ അത് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, അതുപോലെ തന്നെ അരച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് വെച്ചാൽ, നമ്മൾ നോർമലായിട്ട് അതിൻ്റെ മുകളിലാണല്ലോ സാധാരണയായിട്ട് ചമ്മന്തി വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കുറച്ച് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറഞ്ഞ അളവിൽ നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണം അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കോഴിമുട്ടയുടെ പകുതി അങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെ കമഴ്ത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കുകയാണ് ആ ചമ്മന്തി വെച്ചിട്ട് തന്നെ കേട്ടോ. ഇത് മൊത്തമായിട്ട് നമ്മൾ ചമ്മന്തി വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അതെല്ലാ ഭാഗങ്ങളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു ഓവൽ ഷേപ്പിൽ തന്നെ വരും. ആ ഒരു മുട്ടയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതിൽ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ ആയി കിട്ടും. നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുമ്പോൾ കേട്ടോ, ഒരു ഓവൽ ഷേപ്പായിട്ട് തന്നെ വേണേ. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെയാണ് ഞാനിത് ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കേട്ടോ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ചമ്മന്തി വെച്ചിട്ട്. ഇനി ബാക്കിയുള്ള മുട്ടൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. മൊത്തം ആ ഒരു ചമ്മന്തി വെച്ചിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ എടുത്ത് 1.5 കപ്പോളം തേങ്ങ ഇത് ഈ ഒരു 8 എണ്ണം കവർ ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കയ്യിൽ വെച്ച് സ്പ്രെഡ് ചെയ്യുക, മുട്ട വെച്ച് കൊടുക്കുക, പിന്നെ മൊത്തം കവർ ചെയ്യുക, പിന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതായത് മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു 8 മുട്ട ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. ആ ഒരു കോഴിമുട്ട നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ആ ഒരു കോഴിമുട്ട മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 1.5 കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇതിലേക്ക് മാവിൽ മുക്കിയിട്ടല്ല ഉണ്ടാക്കിയെടുക്കാറ്. പക്ഷേ നമ്മളിതുപോലെ കോഴിമുട്ടയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ മാവൊക്കെ വെച്ച് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കൂലേ. പക്ഷേ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അതതുപോലെ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കോട്ടിങ്ങും ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകൂടെ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് വെച്ച് കവർ ചെയ്തെടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓരോന്നാക്കിയിട്ട് തന്നെ കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക.
അത്യാവശ്യം നല്ലോണം ബ്രെഡ് ക്രംസ് അതിന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കവർ ചെയ്തെടുക്കാൻ കേട്ടോ. എല്ലാ ഭാഗങ്ങളും ആ ചമ്മന്തി മൊത്തം ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഓയിൽ വെച്ചിട്ടും ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടാക്കി എടുത്തതിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചും മറിച്ചും പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആക്കി കോരിയെടുക്കാനുള്ളൂ. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ താഴ്ഭാഗം ഏകദേശം ഒന്നിങ്ങനെ ആയി വന്നു എന്ന് കണ്ടാൽ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആണല്ലേ, പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരും ഇതുപോലെ. ഇനി ആ ഭാഗം ഒന്നിങ്ങനെ അതിന് വന്നാൽ അതങ്ങ് കോരിയെടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഉണ്ടോ, അത് പെട്ടെന്ന് തന്നെ ആയി വന്നു. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു മുട്ട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയല്ലേ ഈ ഒരു മുട്ടച്ചമ്മന്തി കാണാൻ. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. മാവൊന്നും ഇങ്ങനെ കയ്യിലും അവിടെ ഇവിടെ ഇങ്ങനെ ഉറ്റിയിട്ടും ഒന്നും ആവില്ല. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.